ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്വാർട്ടർ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകത്തെ അധികരിച്ചുള്ള പാഠങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ 8ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. അതിൻ്റെ തലവാചകം സീനായി ഉടമ്പടി. മനപ്പാഠവാക്യം: മിസ്രയീമ്യരോട് ഞാൻ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും നിങ്ങൾ കണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ നിയമം പാലിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്കൊരു പ്രത്യേക നിധിയായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എനിക്കുള്ളതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പുറപ്പാട് 19:4 മുതൽ 6 വരെയുള്ള ഭാഗമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുവചനം പഠിക്കുന്നതിനായി അടിയങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുമേനിയുടെ തിരുമഹത്വം ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണം. അനുഗ്രഹ സമൃദ്ധിയോടെ നിറയ്ക്കണം. വചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. എല്ലാ ശ്രോതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ മനപ്പാട് വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. മിസ്രയീമ്യരോട് ഞാൻ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും നിങ്ങൾ കണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ നിയമം പാലിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഒരു പ്രത്യേക നിധിയായിരിക്കും. കാരണം ഭൂമി മുഴുവനും എനിക്കുള്ളതാണ്. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പുറപ്പാട് 19:4 മുതൽ 6 വരെ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അത് ഭൗതികമായി ചിന്തിച്ചാൽ അവർ വാഗ്ദത്ത നാട്ടിലേക്കാണ് അവരെ നയിച്ചത്. എന്നാൽ ദൈവശാസ്ത്രപരമായി ചിന്തിച്ചാൽ ദൈവം അവരെ തന്നിലേക്കാണ് കൊണ്ടുവന്നത്. ന്യായപ്രമാണത്തിനുള്ള കീഴിലുള്ള നിയമം വ്യവസ്ഥകൾക്ക് വിധേയമാണ്. എന്നാൽ കൃപയിൻ കീഴിലുള്ള നിയമം വ്യവസ്ഥകൾ കൂടാതെ അനുസരിക്കുവാനും പ്രമാണിക്കുവാനും ദൈവം നൽകിത്തന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്താൽ പുറപ്പാട് 19:5 പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ അന്തസത്ത അനുസരിക്കുക, പ്രമാണിക്കുക. ദൈവത്തെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേൽ ജനം ദൈവത്തിന് വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ പോകുമ്പോൾ ദൈവം മനുഷ്യനെ തേടിയെത്തുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് കാണാം. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് നമ്മളത് കാണുന്നത്. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ദൈവത്തിൽ നിന്നകന്ന് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവത്തിൽ നിന്ന് അവർ മറഞ്ഞിരുന്നപ്പോൾ ദൈവം അവരെ തേടി എത്തിയ ഒരു സ്നേഹം നാം കാണുന്നു. അവിടെ വന്നിട്ട് ആദാമേ നീ എവിടെ എന്ന് ദൈവം ചോദിക്കുന്നു. ദൈവം എപ്പോഴും ആദ്യത്തെ ചുവട് വയ്ക്കുന്നു. ദൈവം നമ്മോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം നിങ്ങളുടെ മേൽ ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനുമാകുന്നു. മത്തായി 11:28-29. ദൈവം നമ്മെ എല്ലാം വിളിക്കുന്നുണ്ട്. നിത്യന്യായവിധി നമ്മുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. നാം ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തലവാചകം സീനായി പർവ്വതത്തിൽ. പുറപ്പാട് 19:18 അവിടെ ധ്യാനത്തിനായിട്ട് നമ്മൾക്ക് നൽകി തന്നിരിക്കുന്നത്. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ദൈവം ഇസ്രായേലിനെ സീനായിലേക്ക് വിളിക്കുന്നു. മോശ പലതവണ ദൈവവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ സീനായി പർവ്വതത്തിൽ വെച്ചാണ്. ഈ സീനായി പർവ്വതത്തിൻ്റെ അപരനാമമാണ് ഹോരേബ് എന്ന് പറയുന്നത്. ചെങ്കടലിന് സമീപം സീനായി ഉപദ്വീപിൻ്റെ തെക്കു ഭാഗത്ത് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നു. ഏതാണ്ട് 2 മൈൽ നീളമുള്ളതാണ് ഈ സീനായി പർവ്വതം.
ഈ സീനായി പർവ്വതത്തിന് ജബൽ മൂസ എന്നും റാസ എൽസബ എന്നും പേരുള്ള 2 കൊടുമുടികൾ ഉണ്ട്. മോശയുടെ പർവ്വതം എന്നറിയപ്പെടുന്ന തെക്കൻ കൊടുമുടിയായ ജബൽ മൂസയാണ് സീനായി പർവ്വതം. ഇതിന് ഏതാണ്ട് 2285 മീറ്റർ ഉയരമുണ്ട്. ഇവിടെ വെച്ചാണ് ദൈവം മോശയിലൂടെ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് നൽകിയത്. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും പുറത്തേക്ക് പുറപ്പെടുവിക്കുവാൻ മോശയെ വിളിച്ചതും ഈ മുൾപ്പടർപ്പിൽ ദൈവം അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ടതും ഇവിടെ വെച്ച് തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഏലിയാവ് ഈ പർവ്വതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നു. മാത്രമല്ല, മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന് ദൈവം മോശയോട് പറയുന്നു. 2 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഇസ്രായേൽ ഈ സീനായിൽ എത്തി. അവർ ഏതാണ്ട് 1 വർഷം അവിടെ താമസിച്ചു. ഇസ്രായേലിനെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി ആക്കി മാറ്റിയത് ഇവിടെ വെച്ചാണ്. ഇസ്രായേലിനും ദൈവത്തിനും, അല്ലെങ്കിൽ ദൈവത്തിനും ഇസ്രായേലിനും ഇടയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതും ഈ സീനായി പർവ്വതത്തിൽ വെച്ചാണ്. അപ്പോൾ ഒരു പ്രത്യേക, അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ദൈവത്തിനൊരു പ്രത്യേക നിധി ആയിരിക്കുന്നത്. അവർ നിധി മാത്രമല്ല, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ആക്കുമെന്ന് ഇസ്രായേലിനെ വാഗ്ദത്തം ചെയ്തതും ഇവിടെ വെച്ച് തന്നെയാണ്. അപ്പം ദൈവത്തിന് അവരെ സമർപ്പിക്കുകയും അവർ ദൈവത്തിൻ്റെ സ്വഭാവം ചുറ്റുമുള്ള ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിൻ്റെ ദൗത്യം. ഈ ഇസ്രായേലിൻ്റെ ഈ ദൗത്യം എന്ന് പറയുന്നത് ആദ്യത്തെ സുവിശേഷമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക നിധി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദൈവത്തെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മറ്റു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ കാണിക്കണം. അതാണ് അവർ നിധിയായിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നതും ആഗ്രഹിക്കുന്നതും. ദൈവവും അവൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിയമപരമായ സ്ഥാപനമാണ് ഈ ഉടമ്പടി. എന്ന് വെച്ചാൽ ദൈവം എന്താ പറഞ്ഞേ? ഞാൻ അവരുടെ ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന്. അടുത്ത ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ തിങ്കളാഴ്ചത്തെ പാഠം സമ്മാനത്തിനായി തയ്യാറെടുക്കുന്നു. പുറപ്പാട് 19:9. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു. മോശയോട് ദൈവം പറഞ്ഞതാണ്, ഞാൻ പറയുന്നത് അവരിൽ കേൾക്കണം, മാത്രമല്ല നിന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഞാൻ എവിടെ വരുന്നു? മേഘതമസിൽ വരുന്നു. മോശ എന്ത് ചെയ്യാനാണ് ദൈവം ഇവിടെ ആവശ്യപ്പെട്ടത്? ദൈവം ആവശ്യപ്പെട്ടത് ഇന്നും നാളെയും, അടുത്തടുത്ത 2 ദിവസം ജനത്തെ ശുദ്ധീകരിക്കണം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധിയെ പ്രത്യേകമായി എടുത്തു കാണുന്നു. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറരുത്, അവരതിൻ്റെ അടിവാരത്ത് വരണം. എന്നാൽ അടിവാരത്ത് തൊടരുത്, ഒരു അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവൻ മരിക്കുമെന്ന് പറയുന്നുണ്ട്, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്നുണ്ട്. അപ്പം കാഹളം ധ്വനിക്കുമ്പോൾ ജനം പർവ്വതത്തിൻ്റെ അടുത്ത് വരണം. അതാണ് മോശയോട് ദൈവം പറഞ്ഞത്. മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. 3-ാം നാൾ നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളനാദവും ഉണ്ടായി. ആ ശബ്ദം കേട്ടപ്പോൾ എന്തൊക്കെ ഉണ്ടായേ? 3-ാം നാൾ നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കം, മിന്നല്, പർവ്വതത്തിൽ കാർമേഘം, മഹാഗംഭീര കാഹളനാദം. ഇത് കേട്ടപ്പോൾ മോശ ജനത്തെ എവിടെ കൊണ്ടുവന്നു? അടിവാരത്ത് കൊണ്ടുവന്നു. യഹോവ സീനായിൽ തീയിൽ ഇറങ്ങുകയായി. അവിടെ മുഴുവനും പുക കൊണ്ട് മൂടി, തീച്ചൂളയിലെ പുക പോലെ ആയി. ഇതും ദൈവത്തിന്റെ പരിശുദ്ധിയാണ് കാണിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. പർവ്വതം കുലുങ്ങി, കാഹളധ്വനി ദീർഘമായി ഏറി വന്നു. യഹോവ സീനായി പർവ്വതത്തിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ അവിടെ കയറി ചെന്നു. ജനവും പുരോഹിതന്മാരും അവരെ ശുദ്ധീകരിക്കണമെന്ന് ദൈവം വീണ്ടും അവരോട് പറയുന്നുണ്ട്. കാരണം ശുദ്ധിയില്ലായ്മ ദൈവത്തിൻ്റെ അടുത്ത് എത്തില്ല. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്നെസ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ജനവും പുരോഹിതന്മാരും ശുദ്ധീകരിക്കണം, അഹരോനെ കൂട്ടിക്കൊണ്ടുവരണം.
എന്ന് ദൈവം മോശയോട് ആജ്ഞാപിച്ചു. സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ 10 കൽപ്പനകൾ നൽകി. 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അത് ബൈബിൾ ധാർമ്മികതയുടെയും കാതലായ ഭാഗമാണ് 10 കൽപ്പന. എല്ലാ മനുഷ്യവർഗത്തിനുമുള്ള ദിവ്യ മാനദണ്ഡങ്ങളുടെ സത്തയും അടിത്തറയും ദൈവകൽപ്പനയാണ്. അതിൻ്റെ തത്വങ്ങൾ ശാശ്വതമാണ്, അതുപോലെ സാർവത്രികവുമാണ്. പുറപ്പാട് പുസ്തകത്തിൽ 10 കൽപ്പനകളെ സാക്ഷ്യം എന്ന് പറയുന്നു. നാം അത് ആവർത്തന പുസ്തകം വായിക്കുവാണെങ്കിൽ ആ പുസ്തകത്തിൽ ഇതിനെ ഉടമ്പടി എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ ഇതിനെ 10 കൽപ്പന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അത് ശരിക്കും 10 കൽപ്പനകൾ അത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്, മാത്രമല്ല ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആവർത്തന പുസ്തകത്തിൽ അതിനെ ഉടമ്പടി എന്ന് പറയുന്നു. എബ്രായ ഭാഷയിൽ അതിനെ 10 കൽപ്പനകൾ എന്ന് പറയുന്നു. ന്യായപ്രമാണം നൽകപ്പെട്ടതിൻ്റെ ഒരു കാരണം പാപത്തെ പാപമായി മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം നൽകി കൊടുത്തത്. ഒരു കാരണവശാലും ഇത് പാപത്തിന് പകരം പാപം ചെയ്യുന്നത് മനുഷ്യന്റെ ബലഹീനതയാണെന്ന് ആരും പറയരുത്. അതിനു വേണ്ടി മാത്രമാണ് 10 കൽപ്പന ദൈവം നൽകി കൊടുത്തത്. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ സ്നേഹമെന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ സംഗ്രഹിച്ചിരിക്കുന്നത്. കാരണം ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്. ഇതാണ് നാം തിങ്കളാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത്. നാം ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 10 കൽപ്പനകളുടെ ഒരു സമ്മാനം. പുറപ്പാട് 20:1 മുതൽ 17 വരെയുള്ള ഭാഗത്താണ് ഈ സമ്മാനം. എന്തൊക്കെയാണത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മാത്രമല്ല നീ നമസ്കരിക്കുകയും ചെയ്യരുത്, ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. എല്ലാറ്റിനും ഉപരി ദൈവം അതിനൊരു പ്രത്യേകത കൊടുക്കുന്നത് അടിമ വീടായ മിസ്രയീമിൽ നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. അതാണ് ഈ കൽപ്പന അനുസരിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ പരമമായ ഉത്തരവാദിത്വം ജനത്തിന്. ഇസ്രായേലിന് സ്വാതന്ത്ര്യവും രക്ഷയുമാണ് ദൈവം ഈ കൽപ്പന കൊടുത്തതിലൂടെ നൽകുന്നത്. കർത്താവ് ആദ്യം തന്നെ 10 കൽപ്പനകളുടെ പ്രധാന സംഗ്രഹം സ്നേഹം തന്നെയാണ് എന്നാണ് റോമറിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. റോമർ 13:10. ഏറ്റവും വലിയ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. അത് 2 തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ഏറ്റവും വലിയ കൽപ്പന സ്നേഹം തന്നെ. ഇതാകെ തുകയിൽ അതൊരു സ്നേഹമാണ്. അത് 2 ഭാഗമായിട്ട് തന്നെ വെളിപ്പെടുത്തുന്നു. ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം. ആവർത്തനം 5:6 എന്താണ് ഇവിടെ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. അത് ദൈവത്തോടുള്ള ഒരു കടപ്പാണ്. അത് അതിൻ്റെ ആദ്യത്തെ 4 കൽപ്പന. രണ്ടാമത്തത് മറ്റുള്ളവരോടുള്ള സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അത് ലേവ്യ പുസ്തകം 19:18. ഇവിടെ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മൾ 4 കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിടത്ത് അവിടെ എന്താ കാണിക്കുന്നത്? ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കണം അതിന് ശരിക്കും നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. 10 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു. ഇത് ദൈവം തൻ്റെ കൈകൾ കൊണ്ട് തന്നെ എഴുതിയതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നമ്മളെ പ്രഥമവും പരമോന്നതവുമായ സ്ഥാനമാണ് നൽകേണ്ടത്. ദൈവം പറയുന്നു യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. ശരിക്കും ദൈവം സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ദൈവം മനുഷ്യന് കൽപ്പന കൊടുത്തത്. അങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അങ്ങനെ യഥാർത്ഥ അനുസരണം, യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും നമ്മളത് അനുസരിക്കുക എന്ന് പറയുന്നത് യേശുവിനെ സ്നേഹിക്കുന്നതാണ്. യേശു നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യത്തിനുള്ള നന്ദി പ്രകടനം കൂടിയാണ് ഈ കൽപ്പന. ഇതാണ് ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് നമ്മോട് ഉപദേശിക്കുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് നാം വരുന്നുണ്ട്. ദൈവകൽപ്പനയുടെ വ്യത്യസ്ത ധർമ്മങ്ങൾ.
ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. എല്ലാ കൽപ്പനകളും നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, ദൈവത്തെ സ്നേഹിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തോടുള്ള ഒരു സ്നേഹം, അത് ദൈവത്തിൻ്റെ സ്വഭാവം ആണ് ഈ കൽപ്പനകൾ. ദൈവം വിശുദ്ധനും നീതിമാനും നല്ലവനുമായതുപോലെ അവൻ്റെ നിയമവും വിശുദ്ധവും നീതിയും ഉള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമം നീതിയുള്ളതാണ്, അത് ന്യായവുമാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് റോമർ 7:12 പറയുന്നത് ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും തന്നെ. അപ്പം ന്യായപ്രമാണം അതുപോലെ തന്നെ കൽപ്പനകൾ വിശുദ്ധവും നല്ലതും ന്യായവും നല്ലതും തന്നെ. തിരുവചനത്തിൽ ദൈവവചനത്തിൻ്റെ നിയമം വളരെ ക്രിയാത്മകമായ ഒരു വെളിച്ചത്തിലാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മത്തായി 5:17 ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പം ന്യായപ്രമാണ നിയമങ്ങളാണെങ്കിൽ അത് 3 വിധമാണ് നമ്മൾക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആചാരപരമായ നിയമങ്ങളുണ്ട്, അത് ന്യായപ്രമാണത്തിനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെരുമാറ്റ നിയമങ്ങളുണ്ട്, അത് മനുഷ്യന് സിവിൽ നിയമങ്ങളാണ്, മനുഷ്യരെല്ലാവരും പാലിക്കേണ്ട നിയമങ്ങളാണ്. പിന്നെ നമുക്ക് തരുന്ന 10 കൽപ്പനകളാണ്, അത് ധാർമ്മിക നിയമങ്ങളാണ്. ഈ 10 കൽപ്പനകൾ ധാർമ്മിക നിയമങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പങ്ക് എന്താണ്? ന്യായപ്രമാണം തിന്മയിൽ നിന്ന് ഒരാളെ രക്ഷിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പങ്ക് തിന്മയിൽ നിന്ന് ഒരാളെ രക്ഷിക്കുന്നു. അത് വേറെ ഒന്നുകൂടെ നമ്മൾക്ക് നൽകി തരുന്നുണ്ട്. ജ്ഞാനം, വിവേകം, ആരോഗ്യം, സമൃദ്ധി, സമാധാനം എന്നിവയും നമുക്ക് നൽകി തരുന്നു. മാത്രമല്ല ന്യായപ്രമാണം നമ്മെ സ്വതന്ത്രരാക്കുന്നു, അതിന് നമുക്ക് സ്വാതന്ത്ര്യം കൂടെ നൽകി തരുന്നു. യാക്കോബിൻ്റെ ലേഖനം 2:12 പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം നമ്മളെ സ്വതന്ത്രരാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ ജീവിതത്തെ മാറ്റുകയും ചെയ്യുന്ന യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളം കൂടിയാണ് ഈ ന്യായപ്രമാണം. അങ്ങനെയാണ് ഗലാത്യർ 3:24 പറയുന്നത്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. എത്ര സന്തോഷം തരുന്നൊരു വാചകമാണ്. ശരിക്കും നമ്മൾക്ക് ഒരു വഴി ഒന്നും അറിയാൻ പാടില്ലാതെ വരുമ്പോൾ നമ്മളെ വഴികാട്ടിയായിട്ട് ഒരാൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഇവിടെ ശരിക്കും ഒരു കാവൽക്കാരനായിട്ടാണ് ഈ ന്യായപ്രമാണം നമ്മളുടെ മുമ്പിൽ ഉള്ളത്. രക്ഷ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ അല്ല, പിന്നെന്തുകൊണ്ടാണ്? വിശ്വാസത്താൽ അത്ര എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ അല്ല, പിന്നെ വിശ്വാസത്താലാണ് രക്ഷ. അതുകൊണ്ട് ന്യായപ്രമാണം മാറിപ്പോയി എന്ന് അതിന് യാതൊരു അർത്ഥവും നമ്മൾ കൽപ്പിക്കേണ്ടത് ആവശ്യമില്ല. നിയമത്തിലൂടെ അല്ലാതെ നമ്മൾക്ക് ഒരിക്കൽ പോലും പാപത്തെ അറിയുവാൻ കഴിയുകയില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്ത ഭാവം. അപ്പം നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് അത് പാപമോ തെറ്റോ കുറ്റമോ എന്ന് നമ്മൾക്ക് അറിയാൻ കഴിയും. റോമർ 7:4 അത് പറയുന്നത്. അപ്പൊ നിയമത്തിന്റെ നിലനിൽപ്പാണ് ഈവൻ സുവിശേഷം പോലും സാധ്യമാക്കി തരുന്നത്. നിയമത്തിന്റെ നിലനിൽപ്പ് ഇതാണ് ആക്ച്വലി ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മളോട് ഉപദേശിക്കുന്നത്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ ന്യായപ്രമാണം നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. ന്യായപ്രമാണം എന്താണ്? അത് നമുക്കുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. റോമർ 3:20 മുതൽ 24 വരെയുള്ള ഭാഗത്ത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം ശരിക്കും എന്താ പറയുക, നമ്മൾക്ക് ന്യായപ്രമാണം അനുസരിച്ചെങ്കിൽ മാത്രമേ
ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും നമുക്ക് കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ നീതി പ്രാപിക്കുന്നുള്ളൂ എന്നാണ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവൻ്റെ കൃപയാൽ. ഈ കൃപ ലഭിക്കണമെങ്കിൽ നമുക്ക് അനുസരണം ഉണ്ടാവണം. അപ്പോൾ അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം ന്യായപ്രമാണം എന്താണ് അവകാശപ്പെടുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമാണ് ന്യായപ്രമാണം അവകാശപ്പെടുന്നത്. അപ്പം പാപത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരണമെങ്കിൽ നമുക്ക് ന്യായപ്രമാണം ഉണ്ടാവണം. റോമർ 3:21 ദൈവകൃപയുടെ വെളിപ്പാട് കാണുന്നു. അപ്പൊ വീണ്ടെടുപ്പിന്റെ നീതി ദൈവം താൻ തന്നെയാണ് നൽകുക. ദൈവം തന്നെ നൽകണം നമുക്ക് വീണ്ടെടുപ്പിന്റെ നീതി. അല്ല, ന്യായപ്രമാണം നമ്മൾ അനുസരിച്ചതുകൊണ്ട് അത് ലഭിക്കുന്നില്ല. ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് പരിജ്ഞാനം ഉണ്ടാവുകയും നമ്മൾ പശ്ചാത്തപിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ നീതി നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണം നമുക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനം. റോമർ 3:20 മുതൽ 24 വരെയുള്ള വേദഭാഗമാണ്. നമ്മൾ അതിനെ അധികരിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കും. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്ര നീതീകരിക്കപ്പെടുന്നത്. ഇതാണ് റോമർ 3:20 മുതൽ 24 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ ന്യായപ്രമാണത്താൽ നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പം പാപത്തിൻ്റെ പരിജ്ഞാനമാണ് ന്യായപ്രമാണത്താൽ വരുന്നത്. പിന്നെ നമ്മൾക്കുള്ള നീതി എന്ന് പറയുന്നത് അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടും. എങ്ങനെയാണ്? അവൻ്റെ കൃപയാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ആ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം എന്താണ് അവകാശപ്പെടുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം മാത്രമേ വരുന്നത്. അതാണ് ന്യായപ്രമാണം അവകാശപ്പെടുന്നത്. റോമർ 3:21 ദൈവകൃപയുടെ വെളിപ്പാട് കാണുന്നു. അവിടെ വീണ്ടെടുപ്പിൻ്റെ നീതി ദൈവം താൻ തന്നെ നൽകണം. അപ്പം വീണ്ടെടുപ്പിൻ്റെ നീതി ആരാ നമ്മൾക്ക് നൽകുന്നത്? ദൈവം തന്നെയാണ് നൽകുന്നത്. ന്യായപ്രമാണം കൂടാതെ കർത്താവിനാൽ മാത്രമാണ് അതെന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പം ന്യായപ്രമാണം അതിന് ബാധ്യതയില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രമാണ് അത് നമുക്ക് ലഭിക്കുന്നത്. അത് കർത്താവിൻ്റെ നീതി ആകൊണ്ട് അതിൻ്റെ വില, കർത്താവിൻ്റെ നീതി ആകൊണ്ട് അതിൻ്റെ വില ആർക്കും നിർണ്ണയിക്കാൻ കഴിയത്തില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. റോമർ 3:24 വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രമാക്കുക എന്നാണ് വീണ്ടെടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. വില കൊടുത്ത് സ്വതന്ത്രമാക്കുക. ശരിക്കും ഈ അർത്ഥത്തിൻ്റെ വിശദീകരണത്തിനായി നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ മൂലഭാഷയിൽ 3 ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് അഗോറാസു, അർത്ഥം വിലയ്ക്ക് വാങ്ങുക. അപ്പോൾ പാപത്തിന് വിൽക്കപ്പെട്ടവനും മരണത്തിന് വിധിക്കപ്പെട്ടവനുമായ മനുഷ്യനെ അടിമച്ചന്തയിൽ നിൽക്കുന്നവനായി ഇവിടെ വിവക്ഷിക്കുന്നു. അഗോറാസോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിലയ്ക്ക് വാങ്ങുക എന്നതാണ്. അപ്പം ആരെയാണ് വിലയ്ക്ക് വാങ്ങേണ്ടത്? പാപത്തിന് വിൽക്കപ്പെട്ടവനും മരണത്തിന് വിധിക്കപ്പെട്ടവനുമായ മനുഷ്യനെ അടിമച്ചന്തയിൽ നിൽക്കുന്നതായിട്ടാണ് വിവക്ഷിക്കപ്പെടുന്നത്. അപ്പം വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ രക്തം വിലയായി നൽകി അവനെ വീണ്ടെടുക്കുന്നു. എന്താണ് കൊടുക്കുന്നത്? വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം അവന് വിലയായി നൽകി അവനെ സ്വതന്ത്രനാക്കുന്നു. അടുത്ത വാക്ക് എക്സാറാസു, വില കൊടുത്ത് വാങ്ങി ചന്തയ്ക്ക് വെളിയിൽ കൊണ്ടുവരിക, എന്നിട്ട് മറിച്ച് ആർക്ക് ഇനി വിൽക്കുവാൻ കഴിയാത്തതുപോലെ അവനെ വാങ്ങുക. എന്നുവെച്ചാൽ വാങ്ങിച്ച് വിമുക്തനാക്കുക എന്ന്. വില കൊടുത്ത് വാങ്ങി മറിച്ച് വിൽക്കപ്പെടാതെ വണ്ണം ചന്തയിൽ നിന്ന് വാങ്ങിച്ച് വിമുക്തനാക്കുക. വീണ്ടെടുപ്പ് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പം നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാക്കുന്നതിന് നമുക്ക് മറിച്ച് ഇനിയും ആരും വിൽക്കാൻ പറ്റാത്തതുപോലെ നമ്മെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തെ വാക്ക് ലുട്രു എന്നുണ്ട്. സ്വതന്ത്രമായി വിടുക. വാങ്ങിയാൽ മാത്രം പോരാ, ഇനി മറിച്ച് വിൽക്കാൻ അസാധ്യമായ രീതിയിൽ എടുക്കുക എന്ന് മാത്രമല്ല, പിന്നെ സ്വതന്ത്രമായി വിടുകയും കൂടെ വേണം. അപ്പോൾ ഒരു അടിമ സമ്പൂർണ്ണമായും സ്വതന്ത്രമാക്കപ്പെടുന്നതിനെ ഇത് കാണിക്കുന്നു. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ വിലയായി ക്രിസ്തു തൻ്റെ രക്തം നൽകുകയും പരിശുദ്ധാത്മാവ് പാപചന്തയിൽ നിന്നുള്ള വിടുതൽ പാപിക്ക് യാഥാർത്ഥ്യമാക്കുകയും കൊടുക്കുന്നു.
ഇതാണ് വാസ്തവത്തിൽ വീണ്ടെടുപ്പ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് പാപചന്തയിൽ നിന്ന് വാങ്ങി വേറെ ആർക്കും വിൽക്കാൻ കഴിയാത്തതുപോലെ ആക്കി മൂന്നാമത് എന്തെന്നു അവനെ പരിപൂർണമായി സ്വതന്ത്രനായി വിടുക. അപ്പൊ അതിന്റെ പ്രവൃത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നൽകി അവനെ വിലയ്ക്ക് വാങ്ങി പരിശുദ്ധാത്മാവ് പാപചന്തയിൽ നിന്നുള്ള വിടുതൽ പാപിക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കും. റോമർ 3:31 ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. അപ്പം ന്യായപ്രമാണത്തെ നമ്മൾ ശരിക്കും ദുർബലമാക്കുന്നില്ല, പകരം നമ്മൾ അതിനെ ഉറപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും ഏതെങ്കിലും കാരണത്താൽ ന്യായപ്രമാണം ദുർബലമാകുന്നു? ഇല്ല, ഒരിക്കലുമില്ല എന്നാണ് അപ്പോസ്തലനും പറയുന്നത്. അപ്പം ന്യായപ്രമാണത്തിൽ പാപിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ശരിയാണെന്ന് സമ്മതിച്ച് പാപി ഏറ്റുപറയുമ്പോൾ ന്യായപ്രമാണം ഉറപ്പിക്കപ്പെടുന്നു. എപ്പോഴാണ് ഈ ന്യായപ്രമാണം ഉറപ്പിക്കപ്പെടുന്നത്? ശരിക്കും ന്യായപ്രമാണത്തിൽ പാപത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ അത് ശരിയാണെന്ന് അവൻ സമ്മതിക്കണം. അത് ഏറ്റുപറയുമ്പോൾ ന്യായപ്രമാണം ഉറപ്പിക്കപ്പെടുന്നു. ആ ശിക്ഷ ആരാണ് ആ ശിക്ഷ ഏറ്റെടുത്തത്? ആ ശിക്ഷ യേശു ഏറ്റെടുത്ത് ന്യായപ്രമാണത്തെ ഉറപ്പിച്ചുകൊണ്ട് പാപിയെ നീതീകരിക്കുന്നു. വളരെ വളരെ കൂലങ്കുഷമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ശിക്ഷ യേശു ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ന്യായപ്രമാണത്തെ ഉറപ്പിച്ചുകൊണ്ട് ശിക്ഷ യേശു ഏറ്റെടുക്കുമ്പോൾ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് പാപിയെ നീതീകരിക്കുന്നു. അപ്പം ന്യായപ്രമാണം രോഗം കണ്ടുപിടിക്കുന്ന ഒരു നല്ല വൈദ്യനാണ്, അല്ല ചികിത്സകനല്ല. രോഗം കണ്ടുപിടിക്കുന്ന ഒരു നല്ല വൈദ്യനാണ് ന്യായപ്രമാണം, ഒരു കാരണവശാലും ചികിത്സകനല്ല. അത് യേശുക്രിസ്തുവാണ്. അപ്പം ഇനി ദൈവത്തെ നമ്മുടെ കർത്താവും രക്ഷിതാവ് മാത്രമല്ല രാജാവുമായി താഴ്മയോടെ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ പ്രയാസമില്ല. എങ്ങനെയാണ് നമ്മൾക്ക് കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് നൽകി തന്ന കൽപ്പന നാം അനുസരിക്കുന്നത്? അപ്പം ദൈവത്തെ നമ്മുടെ കർത്താവായിട്ട്, രക്ഷിതാവായിട്ട്, നമ്മുടെ രാജാവായിട്ട് തന്നെ നമ്മൾ താഴ്മയോട് സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ രക്ഷ അവനോടുള്ള സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പേരിൽ നാം സ്വീകരിക്കുമ്പോൾ, ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ രക്ഷ അവനോടുള്ള സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പേരിൽ നാം സ്വീകരിക്കുമ്പോൾ, അവൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ അവനുമായുള്ള രക്ഷാകരമായ ബന്ധത്തിൽ പൂർണ്ണത നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. ശരിക്കും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ മനപ്പാഠവാക്യത്തിലേക്ക് വരുവാണെങ്കിൽ, മിസ്രയീമ്യരോട് ഞാൻ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകൻ കീഴിൽ വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും നിങ്ങൾ കണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ നിയമം പാലിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഒരു പ്രത്യേക നിധിയായിരിക്കും. അപ്പം ദൈവത്തിന് ഭയങ്കര താല്പര്യമാണ് നമ്മളെ ദൈവത്തിൻ്റെ പ്രത്യേക നിധിയാക്കാൻ. എങ്ങനെയാ? നമ്മൾ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുമെങ്കിൽ മാത്രം. നിങ്ങൾ എനിക്ക് നിധി മാത്രമല്ല, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അപ്പം നമ്മൾ ശരിക്കും എന്തായി മാറുമെന്നറിയാമോ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും നന്ദിയോടെ ദൈവം നമ്മൾക്ക് നൽകി തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുകയും ചെയ്താൽ, ദൈവം നമ്മൾക്കായി ചിന്തിയ രക്തത്തെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്താൽ എന്താ നമ്മളാകാൻ പോകുന്നത്? ഒരു പുരോഹിത രാജ്യവും മാത്രമല്ല വിശുദ്ധ ജനവുമായിരിക്കും. ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥന എൻ്റെ അതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വിനയത്തോടുകൂടി വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ പഠിച്ചതുപോലെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാനും അത് പാലിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യരക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ മഹാകൃപയെ ഓർത്തു അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങളത് ബഹുമാനിച്ച് കർത്താവിനെ സ്നേഹിക്കുവാനും മാനിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. മാനവും മഹത്വവും അങ്ങെടുത്ത് ഒടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.